ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് സെക്കൻഡ് മൊഡ്യൂളാണ് എടുക്കുന്നത് മൾട്ടിപ്ലെക്സിങ്. അപ്പോൾ എന്താ മൾട്ടിപ്ലെക്സിങ് നോക്കാം. മൾട്ടിപ്ലെക്സിങ് സംടൈംസ് കോൺട്രാക്റ്റഡ് ടു മക്സിങ്. മൾട്ടിപ്ലെക്സിങ്ങിനെ നമുക്ക് മക്സിംഗ് എന്നും കൂടെ പറയാം. മൾട്ടിപ്ലെക്സിങ് ഈസ് ദി സെറ്റ് ഓഫ് ടെക്നിക്സ് ദാറ്റ് അലോ ദ സൈമിൾട്ടേനിയസ് ട്രാൻസ്മിഷൻ ഓഫ് മൾട്ടിപ്പിൾ അനലോഗ് ഓർ ഡിജിറ്റൽ സിഗ്നൽസ് അക്രോസ് എ സിംഗിൾ ഡാറ്റ ലിങ്ക്. മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടെക്നിക്കാണ്. അതെന്താ ചെയ്യുന്നത്? സൈമിൾട്ടേനിയസ് ട്രാൻസ്മിഷൻ ഓഫ് മൾട്ടിപ്പിൾ അനലോഗ് ഓർ ഡിജിറ്റൽ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള അനലോഗോ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അക്രോസ് എ സിംഗിൾ ഡാറ്റ ലിങ്ക്. ഒരു സിംഗിൾ ഡാറ്റ ലിങ്കിലൂടെ കുറേ ഡിജിറ്റൽ അല്ലെങ്കിൽ കുറേ അനലോഗ് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ. The aim multiplexing is to share a rare or expensive resources. ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോഴ്സസിനെ ഷെയർ ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു എയിം. For example, in telecommunications, several telephone calls may be carried using one wire. No dedicated connection is required for each pair. ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ടെലിഫോൺ കോൾസൊക്കെ ക്യാരി ചെയ്യുന്നത് ഡെഡിക്കേറ്റഡ് കണക്ഷൻ ആയിരിക്കില്ല, ഓരോന്നിനും അങ്ങനെ ആയിരിക്കില്ല. ഒരു വയറാണ് അവിടെ ഉണ്ടാവുക, ഒരു യൂസിങ് വൺ വയർ. ഓക്കെ, വൺ വയറാണ് ഓരോ പെയറിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. By promoting sharing of rare or expensive resources, multiplexing can also reduce the wattage of bandwidth resources, result efficient utilization of bandwidth of a medium. If the bandwidth of a link is greater than the bandwidth needs of the device is connected to it. ഇങ്ങനെ നമ്മൾ റെയർ ഓർ എക്സ്പെൻസീവ് റിസോഴ്സിനെ ഷെയർ ചെയ്യുമ്പോൾ മൾട്ടിപ്ലെക്സിങ് എന്താ റെഡ്യൂസ് ചെയ്യുന്നത്? വാട്ടേജ് ഓഫ് ബാൻഡ്വിഡ്ത്ത് റിസോഴ്സസ്. ബാൻഡ്വിഡ്ത്ത് റിസോഴ്സസിൻ്റെ വാട്ടേജ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം മാത്രമേ എഴുതിയാൽ മതി. ആൻഡ് പിന്നെ നെക്സ്റ്റ് തേർഡ് പാരഗ്രാഫ് നോക്കാം. ദ മൾട്ടിപ്ലെക്സ് സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ എ കമ്മ്യൂണിക്കേഷൻ ചാനൽ സച്ച് ആസ് എ കേബിൾ. ഈ മൾട്ടിപ്ലെക്സ്ഡ് ആയിട്ടുള്ള സിഗ്നൽസിനെ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദ മൾട്ടിപ്ലെക്സിങ് ഡിവൈഡ്സ് എ കപ്പാസിറ്റി ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇൻ ടു സെവറൽ ലോജിക്കൽ ചാനൽസ്. ഓക്കെ, ഈ മൾട്ടിപ്ലെക്സിങ് എന്താ ചെയ്യുന്നത്? ഡിവൈഡ്സ് എ കപ്പാസിറ്റി ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ചാനൽ. കപ്പാസിറ്റി കമ്മ്യൂണിക്കേഷൻ ചാനലിൻ്റെ കപ്പാസിറ്റീനെ എന്ത് ചെയ്യുന്നുണ്ട്? ലോജിക്കൽ ചാനൽസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വൺ ഫോർ ഈച്ച് മെസ്സേജ് സിഗ്നൽ ഓർ ഡാറ്റ സ്ട്രീം ടു ബി ട്രാൻസ്ഫർഡ്. അത് ഓരോന്നിലുമാണ് ഈ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഓരോ ലോജിക്കൽ ചാനൽസിലൂടെ. എ റിവേഴ്സ് പ്രോസസ് ഈസ് നോൺ ആസ് ഡീമൾട്ടിപ്ലെക്സിങ്. മൾട്ടിപ്ലെക്സിങ്ങിൻ്റെ റിവേഴ്സ് പ്രോസസ്സിനെ പറയുന്നതാണ് ഡീമൾട്ടിപ്ലെക്സിങ്. എക്സ്ട്രാക്ട് ദ ഒറിജിനൽ ചാനൽസ് ഓൺ ദി റിസീവർ എൻഡ്. ഇതിലെന്താ ചെയ്യുന്നത്? ഇതിനെ നേരെ റിവേഴ്സ് ചെയ്യും. ആ ഒരു ഒറിജിനൽ ചാനൽസ് എക്സ്ട്രാക്ട് ചെയ്യും. ആ ലോജിക്കൽ ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടല്ലേ ഉള്ളത്. ഈ ഡീമൾട്ടിപ്ലെക്സിങ്ങിൽ അത് നേരെ തിരിച്ചു ചെയ്യും. ലോജിക്കൽ ചാനൽസിലെ കമ്മ്യൂണിക്കേഷൻ ചാനൽസിനാക്കി മാറ്റും. എ ഡിവൈസ് ദാറ്റ് പെർഫോംസ് ദ മൾട്ടിപ്ലെക്സിങ് ഈസ് കോൾഡ് മൾട്ടിപ്ലെക്സർ. ഒരു ഡിവൈസ് മൾട്ടിപ്ലെക്സിങ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്ലെക്സർ എന്നാണ് പറയാം. MUX എന്ന് പറയും. ആൻഡ് എ ഡിവൈസ് ദാറ്റ് പെർഫോംസ് എ റിവേഴ്സ് പ്രോസസ് ഈസ് കോൾഡ് ഡീമൾട്ടിപ്ലെക്സർ, DMX ഓർ DMX എന്ന് പറയും. ഇവിടെ ആ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. N ഇൻപുട്ട് ലൈൻസ് ഉണ്ട്, കുറേ ഇൻപുട്ട് ലൈൻസ് ഉണ്ട് അവിടെ. പിന്നെ അത് മൾട്ടിപ്ലെക്സറിലൂടെ എന്ത് ചെയ്യും? മൾട്ടിപ്ലെക്സർ ഒരു ചാനലിലൂടെ വൺ ലിങ്ക് N ചാനൽസാണ് വരുന്നത്. അത് ഡീമൾട്ടിപ്ലെക്സ് ചെയ്യുമ്പം അതേപോലെ N ഔട്ട്പുട്ട് ലൈൻസ് വരും. ഓക്കെ, in figure 2.1 in a multiplex system n line share the bandwidth of one link. n line ആണുള്ളത്, അത് ഷെയർ ചെയ്യുന്നത് bandwidth of one ലിങ്കിൻ്റെ bandwidth ആണ് ഷെയർ ചെയ്യുന്നത്. The line on the left direct their transmission stream to a multiplexer. ഇൻപുട്ട് ലൈൻസ് മൾട്ടിപ്ലെക്സറിലാണ് കൊടുക്കുന്നത്. which combines them into a single stream. കുറേ ലൈൻസ് ഇല്ലേ, അതൊരു സിംഗിൾ സ്ട്രീമിലേക്കാണ് മാറ്റുന്നത്. മെനി ടു വൺ ആണ് അവിടെ ചെയ്യുന്നത്. അറ്റ് ദ റിസീവിംഗ് എൻഡ് ദാറ്റ് സ്ട്രീം ഈസ് ഫെഡ് ഇൻ ടു എ ഡീമൾട്ടിപ്ലെക്സർ. റിസീവിംഗ് എൻഡിൽ അതൊരു ഡീമൾട്ടിപ്ലെക്സറിലേക്കാണ് പോകുന്നത്. വിച്ച് സെപ്പറേറ്റ്സ് ദി സ്ട്രീം ബാക്ക് ഇൻ ടു ഇറ്റ്സ് കമ്പണൻറ്റ് ട്രാൻസ്മിഷൻ. അതെന്താ ചെയ്യുന്നത്? വൺ ടു മെനി, ആ ഒറ്റൊരു ലൈനിലല്ലേ ഇവിടെ ഡീമൾട്ടിപ്ലെക്സർ കിട്ടുന്നത്. അതെന്താക്കി കുറേ N ഔട്ട്പുട്ട് ലൈൻസ് ആക്കി മാറ്റണ്ട, വൺ ടു മെനി ചെയ്യും. ആൻഡ് ഡയറക്റ്റ് ദം ടു കറസ്പോണ്ടിങ് ലൈൻസ്. ഓക്കെ, അത്രയും മതി. നമുക്ക് ഈ ഒരു സ്ലൈഡ് നോക്കും. ദർ ആർ 4 ബേസിക് മൾട്ടിപ്ലെക്സിങ് ടെക്നിക്സ്. അതിൽ 4 മൾട്ടിപ്ലെക്സിങ് ടെക്നിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്, വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്, ടൈം ഡിവിഷൻ ആൻഡ് കോഡ് ഡിവിഷൻ. ഇത്രയാണ്. അതിൽ ഫസ്റ്റ് 2 എന്ന് പറയുന്നത് ഡിസൈൻഡ് ഫോർ അനലോഗ് സിഗ്നൽസ് ആണ്. ആൻഡ് ദി ലാസ്റ്റ് 2 ആർ ഡിസൈൻഡ് ഫോർ ഡിജിറ്റൽ സിഗ്നൽസിനാണ്. അപ്പോൾ ഫ്രീക്വൻസി FDM-ഉം അതേപോലെ വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങും അനലോഗിനാണ്. ടൈം ഡിവിഷനും കോഡ് ഡിവിഷനും ഡിജിറ്റൽ സിഗ്നൽസിനാണ്. ഓക്കെ,
നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. അനലോഗ് റേഡിയോ ട്രാൻസ്മിഷൻ സിഗ്നൽസ് ആർ കോമൺലി മൾട്ടിപ്ലക്സ് യൂസിങ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. അനലോഗ് റേഡിയോ ട്രാൻസ്മിഷൻ സിഗ്നൽസ് എല്ലാം നമ്മൾ FDM ആണ് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്ലക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർ കോമൺലി മൾട്ടിപ്ലക്സ് യൂസിങ് FDM. ഓക്കെ, ഇൻ വിച്ച് ദ ബാൻഡ് വിഡ്ത്ത് ഓൺ എ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു സബ് ചാനൽസ് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി വിഡ്ത്ത്. FDM എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ താഴെ പഠിക്കാനുണ്ട്, അപ്പോൾ അതിൽ നോക്കിയാൽ മതി, ഇതൊന്നും നോക്കണ്ട. ആ ഫസ്റ്റ് പാരഗ്രാഫിൽ FDM വരെ മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫിൽ നോക്കാം. ഇൻ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ സിഗ്നൽസ് ആർ കോമൺലി മൾട്ടിപ്ലക്സ്ഡ് യൂസിങ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. ഡിജിറ്റൽ ട്രാൻസ്മിഷനിൽ നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം പറഞ്ഞത് അനലോഗ് ആണ്. ഈ ടൈം ഡിവിഷൻ എന്ന് പറയുന്നത് ഡിജിറ്റലാണ്. ഡിജിറ്റൽ സിഗ്നൽസിന് മൾട്ടിപ്ലക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഡിജിറ്റൽ സിഗ്നൽസിനെ കോമൺ ആയിട്ട് മൾട്ടിപ്ലക്സ് ചെയ്യുന്നത് ഈ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് വെച്ചിട്ടാണ്. ഇൻ വിച്ച് ദ മൾട്ടിപ്പിൾ സിഗ്നൽസ് ആർ ക്യാരിഡ് ഓവർ ദ സെയിം ചാനൽ ഇൻ ആൾട്ടറിങ് ടൈം സ്ലോട്ട്സ്. അതിൽ ടൈം സ്ലോട്ട്സ് വെച്ചിട്ടാണ് അവിടെ മൾട്ടിപ്ലക്സിങ് നടക്കുന്നത്. കോഡ് ഡിവിഷൻ ആണെങ്കിൽ ഒരു കോഡ് ഉണ്ടാവും, സെൻറ്റർക്കും റിസീവർക്കും മനസ്സിലാവുന്ന രീതിയിലൊരു കോഡ് ഉണ്ടാവും. ആ കോഡ് വെച്ചിട്ടാണ് അവിടെ മൾട്ടിപ്ലക്സിങ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെയാണെന്നുള്ളത് അങ്ങോട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് FDM എന്താണെന്ന് നോക്കാം. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് എന്താണെന്ന് നോക്കാം. Frequency division multiplexing FDM is an analog technique that can be applied when the bandwidth of a link is greater than the combined bandwidth of the signal to be transmitted. Analog signalsന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് എപ്പോഴും അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ when the bandwidth of a link is greater than the combined bandwidth. ബാൻഡ്വിഡ്ത്ത് ഓഫ് ഒരു ലിങ്കിൻ്റെ ബാൻഡ്വിഡ്ത്ത് ഗ്രേറ്റർ ആയിരിക്കും എന്തിനേക്കാളും കമ്പൈൻഡ് ബാൻഡ്വിഡ്ത്ത് ഓഫ് ദി സിഗ്നലിൻ്റെ കമ്പൈൻഡ് ബാൻഡ്വിഡ്ത്തിനേക്കാളും ഗ്രേറ്റർ ആവുന്ന കേസിലാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. FDM is the oldest multiplexing technique and is used in many fields of communication. ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ആണ്. മൾട്ടിപ്ലക്സിങ് ടെക്നിക്കാണ്. അത് ഏതൊക്കെ ഫീൽഡിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ബ്രോഡ്കാസ്റ്റ് ടെലിവിഷൻ ആൻഡ് റേഡിയോ, കേബിൾ ടെലിവിഷൻ ആൻഡ് സെൽഫോൺസ്. ഈ കേസൊക്കെയാണ് ഈ FDM യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി സിംപ്ലസ്റ്റ് മൾട്ടിപ്ലക്സിങ് ടെക്നിക്. സിംപ്ലസ്റ്റ് ആണ്, ഓൾഡസ്റ്റ് ആണ്. TV, കേബിൾ ടെലിവിഷൻ, സെൽഫോൺസ് അതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. FDM is the assignment of non-overlapping frequency ranges to each user of a medium. To allow multiple users to share a single medium, FDM assigns ഈച്ച് യൂസർ എ സെപ്പറേറ്റ് ചാനൽ. ഇതിപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ യൂസർ ഒരു മീഡിയം ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ടു ഷെയർ എ സിംഗിൾ മീഡിയം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ FDM എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈച്ച് യൂസർ സെപ്പറേറ്റ് അസൈൻസ് ഈച്ച് യൂസർ എ സെപ്പറേറ്റ് ചാനൽ. ഓരോ യൂസറിനും ഒരു സെപ്പറേറ്റ് ചാനൽ കൊടുക്കും. എല്ലാ യൂസറിനും അവർക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ കൊടുക്കും. എ ചാനൽ ഈസ് എൻ അസൈൻഡ് സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ദ യൂസർ സിഗ്നൽ. ആ ഒരു ചാനലിലൂടെയാണ് അവരുടെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുക. എ ചാനൽ ഈസ് അസൈൻഡ് സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ്. അവിടെ ഒരു സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ടാവും ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ദ യൂസർ സിഗ്നൽ. ആ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടാണ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. In general, the device that accepts input from one or more users is called multiplexer. ഡിവൈസ് എന്താ ചെയ്യുന്നത്? വൺ ഓർ മോർ യൂസേഴ്സിന്ന് കളക്ട് ചെയ്യും, ഇൻപുട്ട് എടുക്കും. അക്സെപ്റ്റ് ഇൻപുട്ട് ഫ്രം വൺ ഓർ മോർ യൂസേഴ്സ്. അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ അല്ല, മൾട്ടിപ്പിൾ ഇൻപുട്ട് എടുക്കും. ദ ഡിവൈസ് അറ്റാച്ച് ടു ദ റിസീവിംഗ് എൻഡ് ഓഫ് ദി മീഡിയം ദാറ്റ് സ്പ്ലിറ്റ്സ് ഓഫ് ഈച്ച് സിഗ്നൽ ടു ഡെലിവർ ഇറ്റ് ടു ദി അപ്രോപ്രിയേറ്റ് റിസീവർ ഈസ് കോൾഡ് മൾട്ടിപ്ലക്സർ. ഈ ഡിവൈസ് എന്താ ചെയ്യുന്നത്? അതിനെ റിസീവറിലേക്ക് എത്തിക്കും. ആ ഒരു റിസീവറിനെയാണ് മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. In all frequency division multiplexing system, the multiplexer accepts input from the user, convert the data stream to analog signals. FDMൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലക്സർ എന്ത് ചെയ്യും? ഇൻപുട്ട് യൂസേഴ്സിന് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ദ ഡാറ്റ സ്ട്രീം ടു അനലോഗ് സിഗ്നൽ. അതിനെ അനലോഗ് സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യും. യൂസിങ് ഐദർ ഫിക്സഡ് ഓർ ഡൈനാമിക്കലി അസൈൻഡ് ഫ്രീക്വൻസീസ്. അത് ഫിക്സഡോ അല്ലെങ്കിൽ ഡൈനാമിക്കലോ അസൈൻഡ് ഫ്രീക്വൻസീസ് യൂസ് ചെയ്തിട്ടാണ് ആ ഇൻപുട്ടിനെ അനലോഗ് സിഗ്നൽസിലേക്ക് മാറ്റുന്നത്. ആൻഡ് ട്രാൻസ്മിറ്റ്സ് ദി കമ്പൈൻഡ് അനലോഗ് സിഗ്നൽസ് ഓവർ എ മീഡിയം. ഈ കമ്പൈൻഡ് കുറേ സിഗ്നൽസ് കിട്ടൂലേ, ഇൻപുട്ട് കിട്ടൂലേ, ആ ഇൻപുട്ടിനെല്ലാം അനലോഗ് സിഗ്നൽസിലേക്ക് മാറ്റും. അപ്പോൾ ഈ കമ്പൈൻഡ് ആയിട്ടുള്ള അനലോഗ് സിഗ്നൽസിനെ ഒരു മീഡിയത്തിലൂടെ എന്ത് ചെയ്യും? സെൻഡ് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. And transmit the combined analog signals over a medium that has a wide enough bandwidth to support the total range of all the assigned frequencies. അതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും. ദ ഡീമൾട്ടിപ്ലക്സർ ദെൻ ആക്സെപ്റ്റ്സ് ദി കമ്പൈൻഡ് അനലോഗ് സിഗ്നൽസ്. ഈ ഡീമൾട്ടിപ്ലക്സർ എന്താ ചെയ്യുന്നത്? ആ കമ്പൈൻഡ് അനലോഗ് സിഗ്നൽസിനെ ആക്സെപ്റ്റ് ചെയ്യും. സെപ്പറേറ്റ് ഔട്ട് വൺ ഓർ മോർ ഓഫ് ദി ഇൻഡിവിജ്വൽ സിഗ്നൽസ് ആൻഡ് ഡെലിവേഴ്സ് ദീസ് ടു ദി അപ്രോപ്രിയേറ്റ് യൂസർ. അത് കമ്പൈൻ ചെയ്ത് ആ ഒരു അനലോഗ് സിഗ്നൽസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട്
അതിന് എന്താ പറയുക അപ്രോപ്രിയേറ്റ് യൂസറിലേക്ക് ഔട്ട്പുട്ട് കിട്ടും, അതിലൂടെ ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് നമുക്ക് ഫിഗർ. ഇത് ഇൻപുട്ട് ലൈൻസ്, കുറേ ഇൻപുട്ട് ലൈൻസ്, 3 ഇൻപുട്ട് ലൈൻസിൻ്റെ 3 ചാനൽസും ഉണ്ട്, 3 ഔട്ട്പുട്ട് ലൈൻസും ഉണ്ട്. To keep one signal from interfering with another signal is a set of unused frequency. ഒരു അൺയൂസ്ഡ് ഫ്രീക്വൻസി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഗാർഡ് ബാൻഡ് എന്ന് പറയും. ഈസ് യൂഷ്വലി ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദി ടു സിഗ്നൽസിൻ്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്യുന്നൊരു ഫ്രീക്വൻസിയാണ് ഗാർഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ. ടു പ്രൊവൈഡ് എ ഫോം ഓഫ് ഇൻസുലേഷൻ, ഒരു ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, 2 സിഗ്നൽസിൻ്റെ ഇടയിൽ ഒരു ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഗാർഡ് ബാൻഡ് ഫ്രീക്വൻസി അവിടെ കൊടുക്കുന്നത്. ഒരു സിഗ്നലിന് വേറൊരു സിഗ്നലിനെ ഇൻ്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ടു കീപ്പ് വൺ സിഗ്നൽ ഫ്രം ഇൻ്റർഫിയറിംഗ് വിത്ത് അനദർ സിഗ്നൽ. ഓക്കെ, ദീസ് ഗാർഡ് ബാൻഡ് ടേക്ക് അപ്പ് ഫ്രീക്വൻസീസ് ദാറ്റ് മൈറ്റ് ബി യൂസ്ഡ് ഫോർ അനദർ ഡാറ്റ ചാനൽ, ദസ് ഇൻട്രൊഡ്യൂസിങ് എ സർട്ടൻ ലെവൽ ഓഫ് വേസ്റ്റ്ഫുൾനെസ്. അതൊന്നും വേണ്ട. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. FDM ഡസ് നോട്ട് നീഡ് സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ഫോർ പ്രോപ്പർ ഓപ്പറേഷൻ. FDMന് സിങ്ക്രണൈസേഷൻ്റെ ആവശ്യമില്ല ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. ആൻഡ് FDM എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് മോർ ലാറ്റൻസി ദാൻ TDM. TDMനേക്കാളും ലാറ്റൻസി ഇവിടെ കൂടുതലാണ്. ആൻഡ് FDM എ ലാർജ് നമ്പർ ഓഫ് സിഗ്നൽസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് സൈമിൾട്ടേനിയസ്ലി ലാർജ് നമ്പർ ഓഫ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഡീമോഡുലേഷൻ പ്രോസസ് ഇൻ FDM ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി. And using FDM system, multimedia data can be transferred with a very high efficiency and low noise and distortion. FDMൽ നമുക്ക് മൾട്ടിമീഡിയ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, ഹൈ എഫിഷ്യൻസി ആയിരിക്കും, ലോ നോയ്സും ആയിരിക്കും. And FDM system has high reliability, less expensive ആണ്, is used for analog signals. And FDM due to slow narrow band fading only one channel. അത്രയും മതി. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഓഫ് FDMൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇറ്റ് സഫർ പ്രോബ്ലം ഓഫ് ക്രോസ് ടോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ FDM യൂസ്ഡ് ഓൺലി വെൻ എ ഫ്യൂ ലോ സ്പീഡ് ചാനൽസ് ആർ ഡിസൈഡ്. FDM സഫേഴ്സ് ഫ്രം അതൊന്നും വേണ്ട. എ ലാർജ് നമ്പർ ഓഫ് മോഡുലേറ്റേഴ്സ് ആൻഡ് ഫിൽറ്റേഴ്സ് ആർ റിക്വയർഡ്. ഇതിൽ കുറേ നമ്പർ ഓഫ് മോഡുലേറ്റേഴ്സും ഫിൽറ്റേഴ്സും ആവശ്യമാണ്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ മസ്റ്റ് ഹാവ് എ വെരി ലാർജ് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. ആൻഡ് FDM സിസ്റ്റം നീഡ്സ് എ കാരിയർ വേവ് ഓർ കാരിയർ സിഗ്നൽ, ഒരു കാരിയർ വേവോ അല്ലെങ്കിൽ കാരിയർ സിഗ്നലോ യൂസ് ചെയ്യും. FDM റിക്വയർസ് മോർ ഹാർഡ്വെയർ ദാൻ TDM. ഇതിൽ ഹാർഡ്വെയർ കൂടുതലാണ്. ആൻഡ് ഇൻ്റർമോഡുലേഷൻ ഡിസ്റ്റോർഷൻ ഒക്കേഴ്സ് ഇൻ FDM. അതൊരു പ്രോബ്ലമാണ്, FDMൽ ഉണ്ടാകുന്നൊരു ഇതാണ്. ആൻഡ് ദ ഫുൾ ബാൻഡ് വിഡ്ത്ത് ഓഫ് എ ചാനൽ കനോട്ട് ബി യൂസ്ഡ് ഇൻ FDM. അതിൻ്റെ ഫുൾ ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യുന്നില്ല FDMൽ. ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ മസ്റ്റ് ഹാവ് എ വെരി ലാർജ് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ഇത്രയാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനും കൂടിയാണ് പറയാനുള്ളത്, അത് ഇതിൽ പറയാം. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കാം. ദ FDM ഈസ് കോമൺലി യൂസ്ഡ് ഇൻ TV നെറ്റ്വർക്സിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ FM ആൻഡ് AM റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. FM-ലും AM-ലും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ജനറേഷൻ സെല്ലുലാർ ടെലിഫോൺ ഓൾസോ യൂസ്ഡ് ഇൻ FDM സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ മൾട്ടിമീഡിയ ഡാറ്റ സച്ച് ആസ് വീഡിയോ, ഓഡിയോ, ഇമേജ് ട്രാൻസ്മിഷൻ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു FDM യൂസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ എല്ലാം എഴുതണ്ട, ഈസിയുള്ള ഒരു 5 എഴുതിയാൽ മതി. FDM system is used in telephone system. FDM help in transmit multiple phone calls over a single transmission line or a single line. ഫോൺ കോൾസ് ടെലിഫോൺ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് മൾട്ടിപ്പിൾ ഫോൺ കോൾസിന് ഒരു സിംഗിൾ ട്രാൻസ്മിഷൻ ലൈനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് യൂസ്ഡ് ഇൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. FDM helps to transmit the multiple channels of data in satellite communication. And FDM is also used in broadcast connection system. It is used in digital subscriber line or DSL modem. ഇത് യൂസ് ചെയ്യുന്നുണ്ട്, which helps to transmit a huge amount of computer data for accessing the internet over a single transmission line. ഇത്രയാണ് FDMൽ പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് ഇത്രയാണുള്ളത്. അപ്പോൾ താങ്ക് യു.